ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് രാത്രിക്കത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. ചിക്കൻ കറിയും ഗോതമ്പ് ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളായിട്ടൊരു ചിക്കൻ കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 3 കഷ്ണം പട്ടയും ചെറുതാണ് ഇട്ട് കൊടുത്തത്, 3 ഗ്രാമ്പൂ ഒരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 വലിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും കൂടി മിക്സിയിൽ അരച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടിയ പച്ചമുളകൊന്ന് മാറിയതിന് ശേഷം ഞാൻ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രാത്രി ഇവിടെ അധികം ഞങ്ങളിവിടെ ഉണ്ടാക്കൽ ചപ്പാത്തി, ഗോതമ്പ് ദോശ അല്ലെങ്കിൽ കടികൾ തന്നെ മെയിനായിട്ട്. കുറച്ച് ഉലുവ ഒരു ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഇതൊക്കെ കൂടി ഒന്ന് വറുത്തെടുത്തിട്ടിടണം. അതിപ്പോൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകവും പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത്ര തന്നെ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണും ഒക്കെ കൂടി വറുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഉള്ളി വാട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ 1 കിലോ ചിക്കനാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പും കരിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. നന്നായി ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് 3-4 വിസിലിട്ടെടുക്കുക. കറി റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിങ്ങനെ സിമ്പിളായിട്ട് വെക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കറിക്ക് നല്ല അപാര ടേസ്റ്റാണ്. ചപ്പാത്തി, പൂരി, നെയ്ച്ചോറ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി ദോശ ചുട്ടെടുക്കുക. ദോശയും കൂടി ചുട്ടിയെടുത്താൽ നമ്മൾ രാത്രിക്കത്തെ പണി കഴിഞ്ഞു. ഇവിടെ മക്കളെങ്ങനെയാ വെച്ചാൽ രാത്രി എത്ര ഇഷ്ടമില്ലാത്ത കടിയാണെങ്കിലും രാവിലെ അതെനിക്ക് വേണ്ട എന്ന് പറയുന്ന കടികളൊക്കെ രാത്രി കൊടുത്താൽ കഴിച്ചോളൂ കേട്ടോ. രാത്രി ചോറ് മാത്രം പോകില്ല എന്നുള്ളൂ. കടി എന്താണെങ്കിലും ഒരു തിന്നോളും. പൂരി ആയാലും പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും ഗോതമ്പ് ദോശ ആയാലും എന്ത് കടിയാണെങ്കിലും. പക്ഷേ ഞാൻ അരിൻ്റെ കടികളൊന്നും വല്ലാതെ രാത്രി ഉണ്ടാക്കലില്ല. പിന്നെ ഇങ്ങനെ ഗോതമ്പോ രാഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് പതിവ്. ചപ്പാത്തി തന്നെ മെയിനായിട്ട് ഉണ്ടാക്കൽ, അല്ലെങ്കിൽ ഇത് അതേമാതിരി മിക്സിയിൽ വെച്ചിട്ട് ദോശയും ചുടും. അപ്പോൾ അത് ദോശയൊക്കെ രണ്ട് ചട്ടി വെച്ചിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും കറി എന്തിനാണെന്നില്ലേ, രാവിലത്തേക്കും കൂടെ ചേർത്തിട്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്നാൽ പിന്നെ രാവിലെ അതിന് മെനക്കെടണ്ടല്ലോ, രാവിലെ അത്രയും നമുക്ക് പണി കുറഞ്ഞ് കിട്ടുമല്ലോ. ഇപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റി ഒരു ചിക്കൻ കറിയാണ് ഇട്ടത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്യണേ. ഇതുപോലെ രാത്രി കറിയും കടിയും ഉണ്ടാക്കേണ്ട ദിവസം ഞാൻ വേഗം മിക്സിയിലടിച്ചിട്ട് ഗോതമ്പ് ദോശ അങ്ങ് ചൂട്ടു കേട്ടോ. അതാണ് എൻ്റെ പരിപാടി. പിന്നെ അപ്പോൾ ദോശയൊക്കെ ഏതൊക്കെ ചുട്ട് കഴിഞ്ഞു, ഇനി 2 കൂടെ ഉള്ളൂ ബാക്കി ചൂടാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ, അസ്സലാമു അലൈക്കും.